ജീവിതശൈലി മാറ്റിയില്ലെങ്കിൽ വെറും 6 മാസം അത്രയേ ആയുസുള്ളൂ എന്ന്. ഓർക്കണം, അത് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മുന്നിൽ വെച്ചാണ്. അതെ, അതാണ് അതിൽ ഏറ്റവും ഒരു ഹൃദയഭേദകമായ കാര്യം. ആ ഷോക്കില് സ്വാമിയുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു? അത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കാണുന്ന പോലെ തന്നെ. ആദ്യം ഒരു നിഷേധം, പിന്നെ ദേഷ്യം വന്നു, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാതെ. അദ്ദേഹം ഇത് കേട്ടതിന് ശേഷം നേരെ ഒരു ബേക്കറിയിൽ പോയി. ഓ. എന്നിട്ട് അവിടുത്തെ ഏകദേശം പകുതിയോളം സാധനങ്ങൾ വാങ്ങിക്കഴിച്ചു എന്നാണ് പറയുന്നത്. അതൊരു തരം പ്രതിരോധം പോലെയാണല്ലേ, ആ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു ശ്രമം. ശരിയാണ്, ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയാം. ആ ഒരു മാനസികാഘാതത്തോടുള്ള ഒരു പ്രതികരണം. പക്ഷേ യഥാർത്ഥ മാറ്റം വരുന്നത് അവിടെയല്ല. അല്ല, അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ പിതാവ് അതെ, ആ ഒരു സംഭാഷണം കണ്ണീരോടെ വന്ന് പറയുകയാണ്, എന്റെ കൺമുന്നിൽ വെച്ച് നിന്നെ അടക്കം ചെയ്യാൻ ഇടവരരുത്, നീ മരിക്കരുത്. ആ വാക്കുകൾ സ്വാമിയുടെ ആ ഒരു നിഷേധത്തെയും ദേഷ്യത്തെയും ഒക്കെ ഭേദിച്ച് അവിടെയാണ് ശരിക്കും ആ ഒരു തീപ്പൊരി വീണത്, മാറ്റത്തിനുള്ളൊരു തീരുമാനം. അതെ, അതൊരു വഴിത്തിരിവായി മാറി. പിന്നെ ഈ അമിതവണ്ണം അദ്ദേഹത്തെ ശാരീരികമായി എത്ര ബുദ്ധിമുട്ടിച്ചു എന്നതും നമ്മൾ ഓർക്കണം. ശരിയാണ്. ഈ അധിക കൊഴുപ്പ് ശ്വാസകോശത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് കാരണം അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. അയ്യോ, ഇരുന്നാണ് ഉറങ്ങിയിരുന്നത്.